നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ചെസ്സിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങളാണ് കാണിക്കാൻ പോകുന്നത്. ഈ നിയമങ്ങളുടെ പ്രധാന പ്രത്യേകത ഇത് ഓഫ്ലൈനായിട്ട് കളിക്കുന്ന പ്ലെയേഴ്സിനെ മാത്രമേ ബാധിക്കാറുള്ളൂ. ഓൺലൈനായിട്ട് കളിക്കുന്നവർക്ക് യാതൊരു പ്രശ്നമില്ല. എന്നാലും ചെസ് പ്ലെയേഴ്സ് എന്ന നിലയ്ക്ക് എല്ലാവരും ഈ നിയമങ്ങൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. ടച്ച് മൂവും ഇല്ലീഗൽ മൂവും എന്ന നിയമങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് ബോർഡിൽ നേരിട്ട് കളിക്കുന്നവരെ മാത്രം ബാധിക്കുന്ന നിയമമായതുകൊണ്ടാണ് ബോർഡിൽ തന്നെ കാണിക്കാമെന്ന് വിചാരിച്ചത്. ഈ ബോർഡ് കണ്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അൺബോക്സ് ചെയ്ത പാരാമൗണ്ടിൻ്റെ ചെസ് സെറ്റാണ്. ഇത് 2 എക്സ്ട്രാ ക്വീനുകൾ വരുന്ന ചെസ് സെറ്റാണ്. ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ കഴിഞ്ഞ വീഡിയോ നോക്കിയാൽ മതി, കാണാൻ കഴിയും. നമുക്കിനി നിയമങ്ങളിലേക്ക് കിടക്കാം. ടച്ച് മൂവ് നിയമം എന്താണെന്ന് വെച്ചാൽ, ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബോർഡിൽ ഏതെങ്കിലും കരുക്കളെ തൊടുകയാണെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മുടെ ഏതെങ്കിലും കരുവിനെ തൊടുകയാണെങ്കിൽ ആ കരുവിനെ തന്നെ കളിച്ചിരിക്കണം. അല്ലാതെ എതിരാളിയുടെ കരുവിനെയാണ് ഏതെങ്കിലും തൊടുന്നതെങ്കിൽ നമ്മുടെ ഏതെങ്കിലും പീസുകൾ ഉപയോഗിച്ച് അതിനെ വെട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ വെട്ടിയെടുക്കണം. അതായത് ഇപ്പോൾ ഈ പൊസിഷനിൽ വൈറ്റ് നൈറ്റും ബിഷപ്പ് വെച്ച് F7 സ്ക്വയറിലേക്ക് അറ്റാക്ക് കൊടുത്തേക്കാണ്. എന്നാൽ ഈ നൈറ്റിന് ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ടും ഉണ്ട്. എന്നാൽ നൈറ്റിന് ബിഷപ്പിൻ്റെ സപ്പോർട്ടുള്ളത് ശ്രദ്ധിക്കാതെ ബ്ലാക്ക് ഇപ്പോൾ ക്വീൻ വെച്ച് ആ നൈറ്റിനെ എടുക്കുന്നതിന് വേണ്ടി ക്വീനെ ഇങ്ങനെ തൊടുകയാണെങ്കിൽ അപ്പോഴാണ് പ്രശ്നം ആരംഭിക്കുന്നത്. എന്നാൽ അങ്ങനെ ആ മൂവ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ബിഷപ്പിൻ്റെ സപ്പോർട്ട് ശ്രദ്ധയിൽപ്പെട്ടെന്ന് കരുതുക. എന്നാൽ പ്രശ്നമൊന്നുമില്ല, ക്വീനെ തിരിച്ചു കൊണ്ടുപോകാം. അതായത് നമ്മളിപ്പോൾ ആ ഏത് സ്കോറിൽ നിന്നാണ് ക്വീനെ കൊണ്ടുവന്നത് അതേ സ്കോറിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാം. പക്ഷേ അവിടെയുള്ള പ്രശ്നം ആ ക്വീനെ തന്നെ മൂവ് ചെയ്യിക്കണമെന്നാണ്. ഇവിടെ ഇപ്പോൾ എന്തായാലും ക്വീൻ വെച്ച് നൈറ്റിനോട്ട് എടുത്താൽ ആ ക്വീൻ എന്തായാലും നഷ്ടപ്പെടും. എന്നാൽ ആ ക്വീനെ തൊട്ടതുകൊണ്ട് ആ ക്വീൻ തന്നെ മൂവ് ചെയ്യിക്കുകയും വേണം. ഇവിടെ ഇപ്പോൾ വേറെ പ്രശ്നമില്ല, ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മൂവ് ചെയ്യാൻ സ്പേസ് ഉണ്ട്. ഇങ്ങനെ മൂവ് ചെയ്താൽ പ്രശ്നം സോൾവ് ആവും. ഇവിടെ ഇപ്പോൾ ആദ്യം ക്വീനെ തൊട്ടതുകൊണ്ടാണ് നമുക്ക് ആ നൈറ്റിനോട്ട് എടുക്കുന്ന പകരം ക്വീനെ വേറെ എങ്ങോട്ടെങ്കിലും മാറ്റാൻ കഴിഞ്ഞത്. എന്നാൽ ഇവിടെ ബ്ലാക്ക് കളിക്കുന്ന പ്ലെയർ ഇപ്പോൾ ഈ നൈറ്റിനെ തൊട്ട ശേഷമാണ് ഈ ബിഷപ്പിൻ്റെ സപ്പോർട്ട് കാണുന്നതെങ്കിൽ അവിടെ തീർച്ചയായിട്ടും ഈ നൈറ്റിനെ തന്നെ വെട്ടിയെടുക്കേണ്ടി വരും. എന്നാൽ ക്വീൻ ഉപേക്ഷനെ വെട്ടണമെന്നില്ല, വേറെ ഏതെങ്കിലും പീസ് ഉപയോഗിച്ച് നൈറ്റിനെ വെട്ടിയെടുക്കാൻ കഴിയുമെങ്കിൽ വെട്ടിയെടുക്കാം. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ വേറെ ഒരു പീസും ഇല്ല, ആ ക്വീൻ വെച്ച് മാത്രമേ വെട്ടാൻ കഴിയുള്ളൂ. അപ്പോൾ നിയമപ്രകാരം ആ ക്വീൻ വെച്ച് നൈറ്റിനെ വെട്ടിയെടുക്കേണ്ടി വരും. ആ സമയത്ത് ക്വീൻ നഷ്ടപ്പെടുകയും ബ്ലാക്കിന് ഗെയിം തോൽക്കേണ്ടിയും വരും. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടൊക്കെ കളിക്കുമ്പോൾ നമുക്ക് ഇതിൽ ചെറിയ ഇളവുകളൊക്കെ കിട്ടുമായിരിക്കും. എന്നാൽ നമ്മളൊരു ടൂർണമെൻറ്റിലേക്ക് കളിക്കാൻ പോകുമ്പോൾ ഈ നിയമം വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് നമ്മൾ സാധാരണ വെറുതെ കളിക്കുമ്പോൾ പോലും ഈ നിയമം എല്ലാവരും തീർച്ചയായിട്ടും പാലിക്കാൻ ശ്രമിക്കുക. ഈ ടച്ച് മൂവ് എന്ന് പറയുമ്പോൾ നമ്മൾ ഏതെങ്കിലും പീസ് മൂവ് ചെയ്യുന്നതിനായിട്ട് ഇങ്ങനെ കൈ അനക്കുന്ന സമയത്ത് ഏതെങ്കിലും പീസിൽ നമ്മുടെയോ എതിരാളിയുടെയോ ഏതെങ്കിലും പീസിൽ തട്ടി അതിങ്ങനെ മറിഞ്ഞു വീണെന്ന് വെച്ചാൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അല്ലാതെ നമ്മളൊരു മൂവായിട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കാനുള്ള വേറൊരു കാര്യം, ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്ത ശേഷം നമ്മുടെ ഏതെങ്കിലും കരു ഇങ്ങനെ മാറിയിരിക്കുകയാണെന്ന് കരുതുക, കോളം കറക്റ്റ് അല്ലാതെ ഇരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ കരുവാണെങ്കിൽ പോലും അത് നമുക്ക് നേരെ വയ്ക്കാനുള്ള അവകാശമില്ല. ആദ്യം നമ്മുടെ എതിരാളിയുടെ അനുവാദം വാങ്ങണം. അഡ്ജസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ശേഷം പുള്ളിയുടെ അനുവാദം വാങ്ങിയതിന് ശേഷം മാത്രമേ നമ്മുടെ കരുക്കളെ പോലും തൊടാൻ പാടുള്ളൂ. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മൾ ഈ ടച്ച് മൂവ്, നമ്മുടെ എതിരാളി ഒരു പീസിനെ ടച്ച് ചെയ്ത ശേഷം അത് മൂവ് ചെയ്യാതെ വേറെ ഏതെങ്കിലും മൂവ് ചെയ്യാൻ പോകുമ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടതെന്നും വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പോൾ നമ്മളുടെ എതിരാളി ഒരു പീസിൽ ടച്ച് ചെയ്തു, അതിനുശേഷം മറ്റൊരു പീസാണ് കളിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഒന്നും ചെയ്യാൻ പാടില്ല, നമ്മുടെ ആർബിട്രറെ വിളിക്കണം. ആർബിട്രറെ വിളിച്ചിട്ട് കാര്യം പറയേണ്ടി വരും. ആർബിട്രർ ഇവിടെ നിന്ന് പരിശോധിക്കുമ്പോൾ ചെയ്യാൻ പോകുന്നത്, അവർ 2 പീസുകൾ ടച്ച് ചെയ്തു, ഒന്ന് ക്വീനിലും ഒന്ന് ബിഷപ്പിലും. ആദ്യം ടച്ച് ചെയ്ത പീസ് ഏതാണോ, അതായത് ഇപ്പോൾ ക്വീനാണ് ടച്ച് ചെയ്തത്, ആ പീസിന് ലീഗലായിട്ട് മൂവ് ഉണ്ടോ എന്ന് നോക്കും. ആ പീസിന് ഇപ്പോൾ ലീഗലായിട്ട് മൂവ് ഉണ്ട്, ഈ 3 സ്ക്വയറിലേക്കോ അല്ലെങ്കിൽ നൈറ്റിനെ എടുക്കുകയോ ചെയ്യാം. അതുകൊണ്ട് തന്നെ ആ പീസിനെ തന്നെ മൂവ് ചെയ്യിക്കേണ്ടി വരും. നേരത്തെ സൂചിപ്പിച്ചാൽ ആദ്യം നൈറ്റിനെ തൊട്ട ശേഷമാണ് ആ ബിഷപ്പിനെ മൂവ് ചെയ്യിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ തീർച്ചയായിട്ടും ഈ നൈറ്റിനെ തന്നെ ബ്ലാക്കിന് വെട്ടിയെടുക്കേണ്ടി വരും. അതാണ് ഒരു നിയമം. ഇനി പ്രശ്നം വരാൻ സാധ്യതയുള്ളത് കാസ്ലിംഗ് ചെയ്യുന്ന സമയത്താണ്. അതായത് ഈ പൊസിഷനിൽ ഇപ്പോൾ വൈറ്റിന് കാസ്ലിംഗ് ചെയ്യാം. കാസ്ലിംഗ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ആദ്യം കിങ്ങിനെ തന്നെ തൊടണം. കിങ്ങിനെ എടുത്ത് കിങ്ങത്തിൻ്റെ സ്ക്വയറിലേക്ക് വെച്ച ശേഷം റൂക്കിനെ എടുത്ത് ഇപ്പുറത്ത് വയ്ക്കണം. ഈ 2 മൂവുകളും ഒരു കൈ കൊണ്ട് തന്നെയാണ് ചെയ്യേണ്ടത്. അതിനുശേഷം ക്ലോക്ക് പ്രസ് ചെയ്താൽ മാത്രമേ ഈ മൂവ് കംപ്ലീറ്റ് ആകുകയുള്ളൂ.
ആദ്യം കിങ്ങിനെ മൂവ് ചെയ്യുന്നതിന് പകരം റൂക്കിനെയാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ വൈറ്റിനെ കാസിലും ചെയ്യാൻ പറ്റില്ല. ഇവിടെ എന്തായാലും ഇനി കിങ്ങിനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നത് ഇല്ലീഗൽ മൂവാണ്. കാരണം ആദ്യം തൊട്ടത് റൂക്കിനെയാണ്. ഇപ്പോൾ ഇതൊരു റൂക്ക് മൂവായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. കിങ് ഈ സെൻറ്ററിൽ തന്നെ തുടരേണ്ടി വരും. അതുകൊണ്ട് കാസിൽ ചെയ്യുമ്പോഴും ഈ നിയമം വളരെയധികം പ്രധാനമാണ്. ചെസ്സിൽ മോശം മൂവുകൾ ചെയ്യുന്നതിനേക്കാൾ വളരെ അപകടമാണ് ഇല്ലീഗൽ മൂവുകൾ ചെയ്യുന്നത്. കാരണം ഫെഡറേറ്റഡ് ടൂർണമെൻറ്റുകളിൽ ഒന്നിലധികം തവണ ഇല്ലീഗൽ മൂവുകൾ ചെയ്താൽ ഗെയിം തോൽക്കാൻ വരെ കാരണമാകും. ഇല്ലീഗൽ മൂവ് എങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് നോക്കാം. ഗെയിമിലെ ആദ്യ മൂവ് മുതൽ തന്നെ ഇല്ലീഗൽ മൂവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതായത് നമുക്ക് ഫസ്റ്റ് മൂവ് പോണിനെ 1 കോളമോ 2 കോളമോ മുന്നോട്ടേക്ക് മൂവ് ചെയ്തേക്കാം. അത് വേഗത്തിൽ മൂവ് ചെയ്യുമ്പോൾ 1 കോളം കൂടുതൽ മുന്നോട്ട് പോകണമെങ്കിൽ അത് ഇല്ലീഗൽ മൂവാണ്. അതുപോലെയാണ് നൈറ്റിൻ്റെ കാര്യവും. വേഗത്തിലെടുത്ത് വയ്ക്കുമ്പോൾ ഇങ്ങനെ നേരെ എടുത്ത് വയ്ക്കുകയാണെങ്കിലും അത് ഇല്ലീഗൽ മൂവാണ്. ഇങ്ങനെ ഗെയിമിൻ്റെ തുടക്കത്തിൽ ഇല്ലീഗൽ മൂവുകൾ ഉണ്ടാകാൻ സാധ്യത വളരെ കുറവാണെങ്കിലും ഗെയിം പുരോഗമിക്കും തോറും അതുണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ഡിസ്കവേർഡ് ചെക്ക് വരുമ്പോഴും അതുപോലെ പിന്നിങ്ങിനുള്ള പീസുകളെ മാറ്റുമ്പോഴാണ്. ഒരു ഉദാഹരണം നോക്കാം. ഇങ്ങനൊരു പൊസിഷൻ നോക്കാം. ഇനി ബ്ലാക്കിൻ്റെ മൂവാണ്. ബ്ലാക്ക് ഇവിടെ ഒരു ചെക്ക് കൊടുക്കുകയാണ്. ക്വീന് വെച്ച് E4 പോയിൻ്റ് എടുത്തുകൊണ്ട് ചെക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ ആ സ്ക്വയറിലേക്ക് വൈറ്റിന് നൈറ്റ് വെച്ച് കൺട്രോൾ ഉണ്ട്. വൈറ്റ് ഇവിടെ ഒന്നും നോക്കാതെ നൈറ്റ് വെച്ച് ആ ക്വീനോട് എടുക്കുകയാണെങ്കിൽ അത് ഇല്ലീഗൽ മൂവാണ്. കാരണം ആ നൈറ്റ് ഇപ്പോൾ ബിഷപ്പിൻ്റെ പിന്നിങ്ങിലാണുള്ളത്. ഇവിടെയാണ് ഓൺലൈനായിട്ട് കളിക്കുന്നതും ഇതുപോലെ ബോർഡിൽ കളിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം. നമ്മളിപ്പോൾ ഓൺലൈനിലാണ് കളിക്കുന്നതെങ്കിൽ ഈ നൈറ്റിനെ ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല. നമ്മൾ വെട്ടാൻ ശ്രമിച്ചാലും അങ്ങോട്ട് മാറില്ല, ഈ പിൻ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ ഇല്ലീഗൽ മൂവ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി വേറൊരു സാധ്യത നോക്കാം. ഇങ്ങനൊരു പൊസിഷൻ നോക്കാം. ഇവിടെ ഇപ്പോൾ ബ്ലാക്കിൻ്റെ ക്വീൻ G2 പോണിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി റെഡിയായി നിൽക്കുകയാണ്. ഈ സമയത്ത് വൈറ്റ് നൈറ്റ് ഉപയോഗിച്ച് ആ ക്വീനെതിരെ ഒരു അറ്റാക്ക് കൊടുക്കാൻ ശ്രമിക്കുകയാണ്. നൈറ്റ് ഉപയോഗിച്ച് E5 പോയിൻ്റ് എടുത്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ക്വീനെ അറ്റാക്ക് ചെയ്യുന്നു. ഇപ്പോൾ ക്വീനെതിരെ അറ്റാക്ക് വന്നുകൊണ്ട് തന്നെ ബ്ലാക്ക് നേരത്തെ പ്ലാൻ ചെയ്ത അതേ അറ്റാക്ക് വരെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അത് ഇല്ലീഗൽ മൂവാണ്. കാരണം ഈ നൈറ്റ് ഇങ്ങോട്ടേക്ക് മാറിയപ്പോൾ ഇവിടെ ഒരു ഡിസ്കവേർഡ് ചെക്ക് വന്നിട്ടുണ്ട്. ഇതുപോലെ ഇങ്ങനെ ഡിസ്കവേർഡ് ചെക്കുകളോ അല്ലെങ്കിൽ ചെക്കുകളോ വരുന്ന സമയത്ത് എതിരാളി നമുക്ക് ചെക്കാണ് എന്ന് പറഞ്ഞു തരണമെന്നില്ല. നമ്മുടെ അടുത്ത മൂവ് വരുന്നവരെ അവർ വെയിറ്റ് ചെയ്യും. നമ്മളിപ്പോൾ ഇങ്ങനെ ആ G2 പോയിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ ആ സമയത്തായിരിക്കും അവർ നമ്മുടെ ആർബിട്രറെ വിളിച്ചിട്ട് ഇവിടെ ഇല്ലീഗൽ മൂവ് ചെയ്തിരിക്കുന്നു എന്ന് പറയും. ആ സമയത്ത് ആർബിട്രർ വന്നിട്ട് നമുക്ക് ഒന്ന് പെനാൽറ്റി ആയിട്ട് നമ്മുടെ ടൈം കുറയ്ക്കുകയോ അല്ലെങ്കിൽ തോറ്റായിട്ട് പ്രഖ്യാപിക്കുകയോ ഒക്കെ ചെയ്യും. അങ്ങനെയാണ്. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ഇതുപോലെ ക്വീന് വെച്ച് G2 പോയിൻ്റ് എടുത്തെന്ന് കരുതുക. ഇപ്പോൾ നമുക്ക് ബിഷപ്പ് വെച്ച് കിങ്ങിനെ വെട്ടിയെടുക്കാം എന്ന് കരുതി അങ്ങനെ ബിഷപ്പ് വെച്ച് കിങ്ങിനെ വെട്ടിയെടുക്കാൻ പാടില്ല. അങ്ങനെ നമ്മളിപ്പോൾ വെട്ടുകയാണെങ്കിൽ അത് ഒരു ഇല്ലീഗൽ മൂവാണ്. കാരണം ചെസ്സിൽ നിയമപ്രകാരം കിങ്ങിനെ വെട്ടിയെടുക്കാൻ പാടില്ല. എതിരാളുടെ ഭാഗത്തു നിന്നും വരുന്ന ഇതുപോലുള്ള മൂവുകൾ, അതായത് ഇപ്പോൾ ക്വീന് വെച്ച് ഈ G2 പോയിൻ്റ് എടുത്തുപോലുള്ള ഇല്ലീഗൽ മൂവുകൾ വന്നാൽ ഉടൻ തന്നെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. അവരുടെ മൂവ് കഴിഞ്ഞ് അവർ ക്ലോക്ക് പ്രസ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ആർബിട്രറെ വിളിക്കാവൂ. ആർബിട്രറെ വിളിക്കുന്ന മുമ്പ് നമ്മൾ ക്ലോക്ക് പൗസ് ചെയ്യണം. ആ കാര്യം വളരെയധികം ശ്രദ്ധിക്കണം. ഇനി നമുക്ക് മറ്റൊരു പൊസിഷൻ നോക്കാം. ഇതെല്ലാം ഇല്ലീഗൽ മൂവ്സ് കാണിക്കുന്നതിന് വേണ്ടി മാത്രം വെറുതെ സെറ്റ് ചെയ്ത പൊസിഷൻസാണ്. ഇപ്പോൾ ഈ പൊസിഷനിൽ വൈറ്റ് റൂക്കിനെ D1 കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തെന്ന് കരുതുക. ബ്ലാക്ക് ഇപ്പോൾ പെട്ടെന്ന് കിങ്ങിനെ സേഫ് ആക്കുന്നതിന് വേണ്ടി C8 മൂവ് ചെയ്യുകയാണെങ്കിൽ അത് ഇല്ലീഗൽ മൂവാണ്. കാരണം ഇപ്പോൾ ആ സ്ക്വയറിലേക്ക് വൈറ്റിൻ്റെ ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അതൊരു ഇല്ലീഗൽ മൂവാണ്. ഇങ്ങനെ ഏത് സമയത്തും ബോർഡിൽ ഇല്ലീഗൽ മൂവ് സംഭവിക്കാനും ഗെയിം തോൽക്കാൻ വരെ സാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സാധാരണ പ്ലേയേഴ്സിന് മാത്രമല്ല ഗ്രാൻഡ് മാസ്റ്റേഴ്സിനും ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു നിയമം തന്നെയാണ് ഈ ഇല്ലീഗൽ മൂവ് എന്ന് പറയുന്നത്. നമ്മൾ ഒരു ടൂർണമെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ ആ ടൂർണമെൻറ്റിലെ നിയമങ്ങൾ ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. ചില ടൂർണമെൻറ്റുകളിൽ 3 ഇല്ലീഗൽ മൂവ് വരെ അനുവദിക്കും. അത് ടൂർണമെൻറ്റ് മുമ്പായിട്ട് ആർബിട്രർ അറിയിക്കും ഈ ടൂർണമെൻറ്റിൽ 3ാമത്തെ ഇല്ലീഗൽ മൂവ് തോറ്റാൽ പ്രഖ്യാപിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അവിടെ 2 ചാൻസ് കിട്ടും. എന്നാൽ ചിലതിൽ ഒരു ചാൻസും കാണില്ല. ചില ടൂർണമെൻറ്റുകളിൽ ഒരു ചാൻസ് കിട്ടും. അങ്ങനെ ടൂർണമെൻറ്റിൻ്റെ നിയമം എന്തിനായാലും നമ്മൾ ഒരു ഇല്ലീഗൽ മൂവ് പോലും സംഭവിക്കാതിരിക്കാനായിരിക്കും ശ്രദ്ധിക്കേണ്ടത്.
എല്ലാവർക്കും ഈ നിയമങ്ങളെക്കുറിച്ച് ഏകദേശം ധാരണ കിട്ടിക്കാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ നിയമങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. പിന്നെ ഇതുപോലൊരു ചെസ് സെറ്റ് ആവശ്യമുണ്ടെങ്കിൽ പാരാമൗണ്ട് ചെസ് എന്ന വെബ്സൈറ്റിൽ സെർച്ച് ചെയ്താൽ മതി. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും കൊടുത്തേക്കാം. അടുത്തൊരു വീഡിയോ കാണാം. നന്ദി, നമസ്കാരം.